ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസ് കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി തുടങ്ങി. മകൻ വിവേക് ഉമാ തോമസിനെ കണ്ടു. മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 9:45 മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംഭവത്തിൽ ചലച്ചിത്ര താരം സിജോയ് വർഗീസിനെ ചോദ്യം ചെയ്യും. പാലാരിവട്ടം പോലീസാണ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ടും പുറത്തു വന്നു. സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മെഡിക്കൽ ബോർഡ് യോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 9:45 അതായത് 10 മണിയോടുകൂടി കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരും. അത് ആശ്വാസകരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം മകൻ്റെ പ്രതികരണത്തിൽ നിന്നും ഉമാ തോമസ് എം.എൽ.എ കണ്ണ് തുറന്നിട്ടുണ്ട്, കൈകാലുകൾ അനക്കുന്നുണ്ട്. അപ്പോൾ മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണല്ലോ വരുന്നത്. സുധീഷ്, വിനോദ്, ഇതിൽ സഡേറ്റീവ്സ് കൊടുത്തിരുന്നു ഇന്നലെ മുതൽ തന്നെ. അപ്പോൾ അത്തരം ഡോസുകൾ കുറച്ചുകൊണ്ട് ഈ തലച്ചോറിനേറ്റ ക്ഷതം അത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച ഒരു വിലയിരുത്തലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മക്കളെ ഇന്ന് ICUവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസിനെ കാണിക്കുന്നത്. അപ്പോൾ അവരെ തിരിച്ചറിയുന്നുണ്ട്, അത് കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്, കണ്ണുകൾ തുറന്നിരുന്നു. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഉമാ തോമസിന് ഈ അപകടത്തിലേറ്റ പരിക്ക് അത് ശ്വാസകോശത്തിനാണ്. അതിൻ്റെ ക്ഷതം അത് ആദ്യം പരിക്കേറ്റ ദിവസത്തിനേക്കാൾ ഇന്നലെ രാവിലത്തെ പരിശോധനയിൽ കൂടിയിരുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങൾ അത് ഇന്നത്തെ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം അവർ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ അതിൽ ഒരു വ്യക്തത വരൂ. ഏറ്റവും പ്രധാനമായും ഉമാ തോമസിൻ്റെ ആരോഗ്യത്തിൽ ഭീഷണി ഉയർത്തുന്നത് ശ്വാസകോശത്തിൻ്റെ ക്ഷതം തന്നെയാണ്. അതിനാണ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള വിലയിരുത്തൽ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിലുണ്ടാവും. അതിനുശേഷം അവർ അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമ്പോൾ മാത്രമേ ആരോഗ്യനിലയിൽ കൃത്യമായ പുരോഗതി ഉണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും വെന്റിലേറ്ററിലാണ് തോമസ് ഉള്ളത്. വെന്റിലേറ്റർ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത വരണമെങ്കിൽ ബുള്ളറ്റിൻ വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും തലച്ചോറിനേറ്റ ക്ഷതം വലിയ അപകടകരമായതല്ല എന്നതും അത് ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉൾപ്പെടെ ഉണ്ട് എന്നതുമാണ് ഏറ്റവും ആശ്വാസകരമായി നമുക്ക് ഇതുവരെയും പറയാൻ കഴിയുന്നത്, വിനോദ്. അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര താരം സിജോയ് വർഗീസിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. നേരത്തെ നമുക്കറിയാം, ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് 12,000 പേരുടെ നൃത്ത പരിപാടി അവിടെ ഒരുക്കിയിരുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളാണോ സിജോയ് വർഗീസ്? എങ്ങനെയാണ് സിജോയ് വർഗീസിന് ഈ കേസുമായുള്ള ബന്ധം? അതുമാത്രമല്ല, ദിവ്യ ഉണ്ണിയും ഈ കേസിൻ്റെ ഭാഗമായി ദിവ്യ ഉണ്ണിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ? സുധീഷ്, വിനോദ്, ഈ മൃദംഗം എന്ന പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണിക്കൊപ്പം ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് മൊഴിയെടുക്കുന്നത്. ഇതേ സമയത്ത് സിജോയ് വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന നിലയ്ക്കായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പലരെയും കാണുന്നതിനും മറ്റും സിജോയ് വർഗീസിൻ്റെ ഇടപെടലുകളും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് ഒരു തരത്തിലും സാമ്പത്തിക ഇടപാടുകളില്ല എന്നതാണ് സിജോയ് വർഗീസ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇരുവരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ദിവ്യാവിനിയുടെ ബൗൺസറെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഒപ്പം വരിക മാത്രമാണ് ചെയ്തത്, മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നായിരുന്നു ആ വ്യക്തി പോലീസിനോട് പറഞ്ഞത്. ഇപ്പോൾ പാലാരിവട്ടം പോലീസാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. പാലാരിവട്ടം പോലീസ് സിജോയ് വർഗീസിനും ദിവ്യ ഉണ്ണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ സിജോയ് വർഗീസുമായി സംസാരിച്ചപ്പോൾ അത്തരം നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. താൻ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇടപെടലുകളിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ് സിജോയ് വർഗീസ് പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അഗ്നിശമന സേനയുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും സംയുക്ത പരിശോധനയിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ വീഴ്ച സംഘടനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് സംബന്ധിച്ചും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കിടക്കും. കാരണം
ഈ പവലിയൻ സമീപം ഇതിൻ്റെ വേദിക്ക് സമീപമായി ഒരു ആംബുലൻസ് സംവിധാനം പോലും ഒരുക്കിയിരുന്നില്ല. വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്റ്റേജിന് വേണ്ടത്ര ഉറപ്പുകൾ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അവരെ മാറ്റുന്നതിന് വേണ്ട ഒരു പരിശീലനവും സിദ്ധിച്ചവരായിരുന്നില്ല അവിടെ ഈ സംഘാടകർ നിയോഗിച്ചിരുന്ന വോളണ്ടിയേഴ്സ് എന്നതും ഏറെ പ്രധാനമാണ്. ഇതെല്ലാം തന്നെ വളരെ വ്യക്തമാണ് സുധീഷ്. ഈ MLA ഉമാ തോമസിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് നടൻ സിജോയ് വർഗീസിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. അതേപോലെ തന്നെ ദിവ്യ ഉണ്ണിയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന സംഘാടകനായിട്ടുള്ള ഇവന്റ് മാനേജ്മെൻറ്റ് നടത്തിയ വ്യക്തി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ശ്രമവും നടത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്.